ഗൈസ് അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മത്സരം വരികയാണ്. പക്ഷേ ISL അല്ല, സൂപ്പർ കപ്പിലാണ് എഗെയിൻസ്റ്റ് ഷില്ലോങ് ലജോങ്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഓൾറെഡി സൂപ്പർ കപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. പ്ലേ ഓഫ് മത്സരം ഇന്നുണ്ടായിരുന്നു. ഇന്റർകാഷിയും രാജസ്ഥാൻ യുണൈറ്റഡും ആ ഒരു മത്സരത്തിൽ ഇന്റർകാഷി 5-0 വിജയിച്ചു. നല്ലൊരു വിജയം അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം 10-ാം തീയതിയാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം നടക്കുന്നത്. ജിയോ സിനിമയിലായിരിക്കും നിങ്ങൾക്ക് മത്സരം കാണാൻ സാധിക്കുക. ആ കാര്യം ഞാൻ ആദ്യം പറയുന്നു. TV കാര്യങ്ങൾ സ്പോർട്സ് 18-ലൊക്കെ ഇതുണ്ടോ എന്നുള്ളത് ഇതുവരെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. എനിവേ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് ISL ഒരു നല്ല തുടക്കമാണ് കിട്ടിയിട്ടുള്ളത്. 12 മത്സരങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്ത് 1-ാം സ്ഥാനത്തായിട്ടാണ് നിൽക്കുന്നത്. ഷില്ലോ ലജോങ്ങിലേക്ക് വരുന്ന സമയത്ത് 11 മത്സരങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്ത് അവർ 5-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, അവർക്ക് 11 മത്സരങ്ങളിൽ നിന്ന് 19 പോയിന്റ് ഉണ്ട്. 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന റിയൽ കാശ്മീർ FC-ക്ക് 20 പോയിന്റാണുള്ളത്. സോ ഒറ്റ പോയിന്റിന് ഡിഫറൻസ് മാത്രമുള്ളത്. കാരണം ഒന്നാമത് നിൽക്കുന്ന മുഹമ്മദിന് 27 പോയിന്റ് ഉണ്ട്. ബാക്കി 2 മുതൽ 5 വരെയൊക്കെയുള്ള ടീമുകൾക്കൊക്കെ ഏതാണ്ട് പോയിന്റ് സിമിലറാണ്. 20, 19 അങ്ങനെയുള്ള നിലയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ആയാലും ഷില്ലോങ്ങും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു ലീഗ് സീസണിലെന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 11 മത്സരങ്ങളിൽ 8 മത്സരം ഒരു ഹോം മാച്ചാണ് കളിച്ചിട്ടുള്ളത്. അവർ ഹോം മാച്ചിലാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഐസ്വാളിനെതിരെ ഒരു മത്സരം തോറ്റിരുന്നു. അതർവൈസ് അവർ ഹോമിൽ തോറ്റിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അവരുടെ എവേ റെക്കോർഡ് ഭയങ്കര പൂറാണ്. 3 എവേ കളിച്ചു, 3-ൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയായിട്ട് പറയണം. നമുക്കറിയാം KBSയും ഹോം ടീമാണ്, ഹോമിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടീമാണ്. പക്ഷേ ഇത്തവണ എവയിൽ പ്രത്യേകിച്ച് കൊൽക്കത്തയിൽ ഒക്കെ 2 വിൻ, പഞ്ചാബിൽ വിൻ ചെയ്യാനൊക്കെ സാധിച്ചു എന്നുള്ളതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫാക്ടർ തന്നെ. ഷില്ലോങ്ങിലേക്ക് വരുമ്പോൾ അവരുടെ ഹോമിലെ ഏറ്റവും പ്രധാന ഒരു അഡ്വാൻറ്റേജ് ഒന്ന് ക്ലൈമറ്റ് ഒരു വസ്തുതയാണ്. പിന്നെ അവരുടെ ആർട്ടിഫിഷ്യൽ ടർഫാണ്. മറ്റ് ടീമുകൾക്ക് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഐസ്വാളും കളിക്കുന്ന ആർട്ടിഫിഷ്യൽ ടർഫിലായതുകൊണ്ട് പിന്നെ ക്ലൈമറ്റും സിമിലർ ആയതുകൊണ്ടാണ് ഐസ്വാളിന് ആ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നല്ലൊരു ഹോം ക്രൗഡ് അവർക്കുണ്ട് എന്നുള്ളതാണ്. അതിലും അവരുടെ പരിശീലനമായിട്ടുള്ളത് ബോബി നമ്പൂട്ട് എന്ന് പറഞ്ഞിട്ട് ഷില്ലോങ്ങുകാരൻ തന്നെ ആയിട്ടുള്ള പരിശീലനമാണ്. അദ്ദേഹമാണ് ഇവരെ ഈ ഒരു 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലീഗിലേക്കുള്ളൊരു യോഗ്യത നേടിക്കൊടുക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുമല്ല ഈ ഒരു സീസണിൽ ഒരു നല്ല തുടക്കം അവർക്ക് കിട്ടുകയും ചെയ്തു എന്നുള്ളത്. വളരെ യങ്ങായിട്ടുള്ള ഒരു സ്ക്വാഡാണ്. കൂടുതലും അവരുടെ അക്കാഡമിയിൽ നിന്ന് വരുന്ന പ്ലേയേഴ്സൊക്കെ തന്നെയാണുള്ളത്. പിന്നെ കുറച്ച് ഫോറിൻ അഡീഷൻസും ഉണ്ട്. അവരിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഫോറിൻ അഡീഷൻ കൂടി ഈ ഒരു സൂപ്പർ കപ്പിനൊക്കെ മുന്നോടിയായിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ ആവറേജ് ഏജ് തന്നെ 22.9 മറ്റോ ആണ്. അറിയാലോ, ഭയങ്കര കുറവാണ്. പ്രധാനമായിട്ടും മിഡ്ഫീൽഡിലെ ചില താരങ്ങളാണ് നമുക്ക് സ്പോട്ട് ഓൺ ചെയ്യേണ്ടത് ഷില്ലോങ്ങിലേക്ക് നോക്കുമ്പോൾ. ഒന്ന് ഹാർഡി നോങ്ബറി എന്ന് പറഞ്ഞിട്ട് യങ്സ്റ്റർ ആയിട്ടുള്ള അവരുടെ തന്നെ താരമാണ്. ആ ഒരു അക്കാഡമി ആ ലെവലിൽ നിന്നൊക്കെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പ്ലെയറാണ്. 4 അസിസ്റ്റാണ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ലീഗിലെ ടോപ്പ് 3 അസിസ്റ്റേഴ്സിലുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഇന്ത്യൻ താരമാണ് ലീഗിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു താരം. അതുപോലെ റെനാൻ പൊലീഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഒരു താരമാണ് ടോപ്പ് സ്കോറർ. അദ്ദേഹം ഒരു മിഡ്ഫീൽഡറാണ്, പക്ഷേ 4 ഗോളുകൾ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചു. പിന്നെ പ്രാങ്കി ബുവാം എന്ന് പറഞ്ഞിട്ട് നേരത്തെ FC ഗോവയിലൊക്കെ കളിച്ചിരുന്നൊരു താരമുണ്ട്. അദ്ദേഹം ഈ ഒരു ഷില്ലോങ് ലജോങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അവരുടെ മത്സരങ്ങളൊക്കെ ചിലതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ മിഡ്ഫീൽഡിലൂടെയൊക്കെ, അതായത് സെൻട്രലിലൂടെയൊക്കെ നല്ല രീതിയിൽ അറ്റാക്ക് ഒക്കെ നടത്തുന്നൊരു ടീമാണ്. വിങ് അറ്റാക്സും ഉണ്ട്, കാരണം വിങ്ങിലും നല്ല പ്ലെയേഴ്സൊക്കെ അവർക്ക് അവകാശപ്പെടാനുണ്ട് എന്നുള്ളതാണ്. പിന്നെ KBSയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ ഏറ്റവും വലിയ ചലഞ്ച് ഈ 2 മണിക്കാണ് എന്നുള്ളതാണ്. പക്ഷേ ഷില്ലോങ് ഒക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് ഈ 2 മണി സമയത്തൊക്കെ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. KBSക്ക് അതെപ്പോഴും ഈ ഉച്ച മത്സരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയാണ്. അതിനെ എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് എന്നുള്ളത്, ഒരു നല്ല അപ്രോച്ച്, നല്ലൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കുക എന്നുള്ളത് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. സോ അത് കാണിക്കണം. നമുക്ക് എല്ലാ ടൂർണമെൻറ്റ്സിലും പെർഫോമൻസ് വേണം. സൂപ്പർ കപ്പ് പ്രത്യേകിച്ച് AFC സ്പോട്ടൊക്കെ ഉള്ളൊരു ടൂർണമെൻറ്റാണ്. ISL ട്രോഫിയേക്കാൾ ഈ ഒരു കിരീടത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഐ മീൻ ഷീൽഡല്ല, ISL ട്രോഫി. കാരണം ISL ട്രോഫിക്ക് തവണ AFC സ്പോട്ടില്ല. സോ ഇത് നമുക്ക് ഒരു മത്സരം പോലും വിട്ടുകളയാനും സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഗ്രൂപ്പ് ചാമ്പ്യൻസിന് മാത്രമേ ക്വാളിഫിക്കേഷൻ ഉള്ളൂ സെമി ഫൈനലിലോട്ട്. പിന്നെ പ്രീതം കോട്ടാൽ, രാഹുൽ KP, ഇഷാൻ പണ്ഡിത് എന്നിവരാണ് ഒരു നാഷണൽ ടീമിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അവരുടെ സാന്നിധ്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ജീക്സനും വിബിനും ഈ ഒരു മത്സരത്തിലും കളിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഏതായാലും KBFCയുടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു 11 പരിശോധിക്കുന്ന സമയത്ത് ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് തന്നെ. അതുപോലെ സെൻട്രൽ ബാക്കിലേക്ക് വരുമ്പോൾ ഹോമിപ്പാമും ലെസ്കോവിച്ചിനെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ പ്രബീർ, ലെഫ്റ്റ് ബാക്കിൽ സന്ദീപ് സിംഗ് ഒരു അവസരം കിട്ടുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ അസറും ഡാനിഷും എന്നിവർ തന്നെ. ലെഫ്റ്റിൽ ഐമൻ, റൈറ്റിൽ ഡൈസുക്കെ സക്കായ് ആൻഡ് 2 ഫോർവേഡ്സ് എന്ന നിലയിൽ
ദിമിത്രിയോസ് ഡയമണ്ടോക്കോസും അതുപോലെ തന്നെ ക്വാമി പെപ്ര എന്നിവരായിരിക്കും. ഇതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു എന്താ പറയുക, ഇപ്പോൾ ഷില്ലോങ്ങുമായിട്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ അടുത്ത മാച്ചസ് ISL ടീംസിനൊക്കെ എതിരെ തന്നെ കളിക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇപ്പം നവോച്ചയ്ക്കും അല്ലെങ്കിൽ ഡിഫൻസിൽ ഹോമിപ്പാമിന് ഓപ്പർച്യൂണിറ്റിയും കൊടുക്കുമെന്നൊക്കെ ഉള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സന്ദീപ് കുറച്ച് നാളായിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തില്ല, അപ്പോൾ സന്ദീപിനോടൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഒരു മത്സരം ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഒരു കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഓരോ മാച്ചും മസ്റ്റ് വിൻ ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ എൻ്റെ ഒരു രീതിയിലുള്ള ഒരു എക്സ്പെക്റ്റഡ് 11 എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത് മാത്രം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായിട്ടും കമ്പോസിലും ഒരു കണിക്കുകയാണ്.